ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സ്നേഹമുള്ള ദൈവസഭയോട് ചേർന്ന് ഇന്നിങ്ങനെ ആയിരിക്കാൻ ദൈവം ഒരുക്കിയ സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ എപ്പോഴും ഓർക്കുന്ന ഒരു ദൈവസഭ, ഞങ്ങളെ വളരെ ആത്മാർത്ഥതയോടെ പ്രാർത്ഥനയിൽ ഓർക്കുന്ന ദൈവസഭ എന്ന നിലയിൽ വളരെ സന്തോഷത്തോടു കൂടെ നിങ്ങളുടെ മുൻപാകെ നിൽപ്പാൻ കഴിഞ്ഞതിൽ ദൈവത്തെ മഹത്വപ്പെടുന്നു. ഒരാവശ്യത്തോട് ബന്ധത്തിൽ ചെന്നൈയിൽ വന്നു, അതുകൊണ്ട് നാട്ടിൽ വന്ന് 1-2 ആഴ്ച ഇവിടെ ഉണ്ടാകുന്നു. അവിടെയുള്ള ശുശ്രൂഷകളൊക്കെ ഭംഗിയായിട്ട് മുൻപോട്ട് പോകുന്നു ദൈവകൃപയാൽ. ആ ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. വിശേഷാൽ എനിക്ക് തന്ന സമയത്തിനകത്ത് നിന്നുകൊണ്ട് സ്നാനം എന്ന വിഷയത്തെക്കുറിച്ച് ചില ചിന്തകൾ പങ്കിടുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മുളന്തുരുത്തി സഭയുള്ള ബന്ധത്തിൽ സ്നാനത്തെക്കുറിച്ച് ഇനി ഒരു ഉപദേശ വിഷയം പഠിപ്പിച്ച് ബോധ്യപ്പെടുത്തേണ്ട ഒരു ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപാട് ബൈബിൾ പഠനങ്ങൾ ഈ സ്ഥലസഭയിൽ നടന്നിട്ടുണ്ട്. പ്രാപ്തന്മാരായ ദൈവദാസന്മാർ ഏറെ വചനം നമുക്ക് പറഞ്ഞു തന്ന് അതിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്നുള്ള പ്രത്യേക സാഹചര്യത്തിൽ സ്നാനപ്പെടുവാൻ ആഗ്രഹിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ ഈ സ്ഥലസഭയിൽ പൊതുവായി ഒരു വിഷയം നിങ്ങളുടെ മുൻപാകെ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞങ്ങളൊക്കെ സ്നാനപ്പെട്ട സമയത്ത് ഞാനിവിടെ ഇരുന്നുകൊണ്ട് ചിന്തിക്കുകയായിരുന്നു. വളരെ ഈ ഡ്രമ്മും സൈഡറും ഒക്കെ അടിച്ച് മൈലുകൾ നടന്ന് വഴികളിലൂടെ പോയി പെരിയാർ പുഴയിൽ പോയാണ് സ്നാനപ്പെട്ടത്. അന്നൊക്കെ പോകുമ്പോൾ ഞങ്ങളെ ആ ഭാഗത്തുള്ള ഗ്രാമത്തിലുള്ള സകല ആളുകളും ഈ പെരിയാർ തീരത്ത് നിൽക്കും. സകല ആളുകളുടെയും അവർ നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ കൂടെ കളിക്കുകയും നമ്മുടെ കൂടെ സ്കൂളിൽ വരികയും നമ്മളോട് കൂടെ പഠിക്കുകയൊക്കെ ചെയ്യുന്ന ആ സുഹൃത്തുക്കൾ നോക്കി നിൽക്കെ നാം ജലത്തിൽ പരസ്യമായിട്ട് ദൈവത്തെ സാക്ഷിക്കുന്ന ഒരു അനുഭവമായിരുന്നു അന്നുണ്ടായിരുന്നു. ഇന്ന് അതൊക്കെ മാറി. ഈ കഴിഞ്ഞ കാലം വരെയും അങ്ങനെ ഉണ്ടായിരുന്നു. ഇന്ന് കുറെ കൂടെ സൗകര്യാർത്ഥവും സുരക്ഷിതത്വവുമായിട്ട് ആ കാര്യങ്ങൾ ചുരുങ്ങി എന്ന് ഞാനും ഉൾക്കൊള്ളുന്നു. ഞാൻ ആൻഡമാൻസിൽ ആരംഭ നാളുകളിലൊക്കെ സ്നാനപ്പെടുന്ന കടലിൽ കൊണ്ടുപോയായിരുന്നു. അതില് 2 ആപത്ത് അനുഭവിച്ചതിന് ശേഷം കടലിൽ സ്നാനപ്പെടുത്തുന്ന നിർത്തി. 1, കടലിൽ മുതലയുണ്ട്. 2, പെട്ടെന്ന് തിരമാല അടിക്കും. ഒരു സഹോദരിയെ സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു തിരയടിച്ചു. ആ സഹോദരിയുടെ ഹസ്ബൻഡ് ഒരു സൈഡിലേക്ക് പോയി. ആ സഹോദരി ഒരു പ്രകാരത്തിലെ കൈ വിട്ടുപോകാതെ നിന്നു. അപ്പോൾ ഇന്ന് സ്നാനം നടക്കുന്ന സഭാ ഹാളിന്റെ 3-ാം നിലയിൽ പ്രത്യേക ഉണ്ടാക്കിയിരിക്കുന്ന സ്നാനത്തൊട്ടിയിലാണ്. സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലും സന്ദർഭങ്ങളുടെ സമ്മർദ്ദത്തിലും നാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ സൗകര്യാർത്ഥം മാറ്റുന്നെങ്കിലും ഇതിൽ അന്തർലീനമായിരിക്കുന്ന ഉപദേശം എന്നുള്ളത് ഉപദേശത്തിനൊരു മാറ്റവും ഇല്ല. കാലോചിതമായ മാറ്റങ്ങൾ കൊണ്ടുവരാം, പക്ഷെ യാതൊരുവിധ അന്തസത്തയും മാറ്റിക്കളയാനായിട്ട് പാടില്ല. അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് സ്നാനപ്പെടുന്ന കുഞ്ഞുങ്ങൾ പരസ്യമായിട്ട് ദൈവസഭയുടെ മുൻപാകെ കൂടി വന്ന ജനത്തിന്റെ മുൻപാകെ കർത്താവിനെ പരസ്യമായി സാക്ഷിക്കുന്ന ഒരു സന്ദർഭമാണ് എന്നുള്ളതിൽ വളരെ സന്തോഷിക്കുകയും സ്വർഗം സന്തോഷിക്കുന്ന നിമിഷത്തിൽ ഞാനും അതോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഞാൻ പെട്ടെന്നൊരു വാക്ക് ഇങ്ങനെ പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുകയാണ്. 1 മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്കുകൾ നമുക്കറിയാം. ദ ഗ്രേറ്റ് കമ്മീഷൻ, ദൈവത്തിന്റെ ഏറ്റവും അനുഗ്രഹീതമായിരിക്കുന്ന ഒരു കമ്മീഷൻ ഉണ്ട്. ആ കമ്മീഷൻ പറയുന്ന കാര്യമാണ് 28-ാം അധ്യായത്തിന്റെ 19-20 വാക്യങ്ങൾ ഇങ്ങനെയാണ്. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനും ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്നരുളി ചെയ്തു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു താൻ തന്നെ പറഞ്ഞ വാക്കായിട്ട് കാണുവാനായിട്ട് കഴിയും. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം ഇങ്ങനെയാണ്. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും.
നമ്മുടെ കർത്താവിന്റെ കൽപ്പനകളിൽ ഒന്നാണ് എന്ന് കാണുവാനായിട്ട് കഴിയും. അതീവ ഗൗരവത്തോടെ കാണേണ്ട ഒരു കൽപ്പനയാണ്. കർത്താവിന്റെ വചനം ലോകത്തോട് അറിയിക്കണം. കേൾക്കുന്നവരുടെ ബാധ്യതയാണ് വിശ്വസിക്കുന്നവർ സ്നാനമേൽക്കണം. അവിടെ രണ്ടാമത് മർക്കോസിന്റെ സുവിശേഷത്തിൽ പറഞ്ഞ വാക്കിൽ ഒരു കാര്യം വ്യക്തമാക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. രക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ടല്ല സ്നാനം, രക്ഷിക്കപ്പെട്ടത് കൊണ്ടാണ് സ്നാനപ്പെടുന്നത്. ഒന്നുകൂടെ വ്യക്തമാക്കിയാണ്. മറ്റനേക സഭകളില് സഭയിൽ ചേരാൻ വേണ്ടിയിട്ട്, ക്രിസ്ത്യാനി ആകാൻ വേണ്ടിയിട്ട് സ്നാനപ്പെടുന്ന സമ്പ്രദായം ഉള്ളിടത്ത് ഈ വിഷയത്തെക്കുറിച്ച് വിശേഷാൽ കുഞ്ഞുങ്ങൾ വളരെ ബോധ്യമുള്ളവരായിരിക്കണം. നിങ്ങൾ എന്തിനാണ് സ്നാനപ്പെട്ടത് എന്ന് ചോദിച്ചാൽ വളരെ വ്യക്തമായിട്ട് പറയണം, ഞാൻ രക്ഷിക്കപ്പെട്ടത് കൊണ്ട് സ്നാനപ്പെടുന്നു, അത് കർത്താവിന്റെ കൽപ്പന ആയതുകൊണ്ട് ഞാൻ അതിന് വിധേയപ്പെടുന്നു എന്ന് പറയാനുള്ള ധൈര്യം നമുക്കുണ്ടാകണം. അങ്ങനെ ചെയ്ത ആ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളിൽ ദൈവസഭയിലേക്ക് നാം വരുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തില് നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. അതിന്റെ പത്രോസ് ജനത്തിന് മുൻപാകെ നിന്ന് ഒരു വലിയ സന്ദേശം പ്രസ്താവിക്കുകയാണ്. ആ സന്ദേശം അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. വചനം കേട്ടവർ അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടവർ ഒരു ചോദ്യം ചോദിക്കുകയാണ്, രക്ഷ പ്രാപിപ്പാൻ ഞങ്ങൾ എന്തു ചെയ്യണം? അടുത്ത വാക്ക്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ എന്ന് അതിന്റെ 38-ാം വാക്യത്തിൽ വായിക്കുന്നു. അതിന്റെ 41-ാം വാക്യത്തില് അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനം ഏറ്റു. പത്രോസ് പറഞ്ഞ വാക്കുകൾ എന്താണെന്ന് വായിക്കുമ്പോൾ, യേശുക്രിസ്തു പാപികൾക്ക് വേണ്ടി ഈ ലോകത്തിൽ വന്നെന്നും പാപികൾക്ക് വേണ്ടി ജീവിച്ചെന്നും പാപികൾക്ക് വേണ്ടി മരിച്ചെന്നും അടക്കപ്പെട്ടെന്നും ഉയർത്തെഴുന്നേറ്റു എന്നും അവനിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ഉണ്ടെന്നും അവനെ വിശ്വസിച്ച് പറഞ്ഞ് സ്വീകരിച്ച ആ പ്രിയപ്പെട്ടവർ സ്നാനപ്പെടണം എന്നുള്ള കാര്യവും പത്രോസ് കർത്താവിന്റെ കൽപ്പന എന്ന നിലയിൽ അവർ ഓർമ്മിപ്പിക്കുകയാണ്. ആ സമയത്താണ് അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു എന്ന് വായിക്കുന്നു. സഭയുടെ 7 പടികൾ നമുക്കറിയാം. പടിപടിയായി സഭയിൽ 7 പടികൾ നാം കയറണം. ഈ പടികൾ, അതിനൊരു ക്രമം ദൈവം കൊടുത്തിട്ടുണ്ട്. ആ ക്രമം കൂടെ നിങ്ങൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഒന്നാമത് അവന്റെ വാക്ക് കൈക്കൊള്ളണം എന്ന് പറഞ്ഞാൽ കർത്താവിനെ സ്വീകരിക്കണം, കർത്താവിന്റെ വചനത്തെ നാം സ്വീകരിക്കണം. അങ്ങനെ രക്ഷിക്കപ്പെടുന്ന ദൈവമക്കൾ അടുത്ത് ചെയ്യേണ്ടത് അവർ സ്നാനപ്പെടണം. അടുത്ത് നാം വായിക്കുന്ന അവർ അപ്പോസ്തലന്മാരോട് ചേർന്നെന്ന് എന്ന് പറഞ്ഞാൽ വേർപാടിൽ ജീവിക്കണം. 4 അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, വേദപുസ്തകം നന്നായിട്ട് പഠിക്കുകയും അതിനെ ഉൾക്കൊള്ളുകയും ചെയ്യണം. 5 കൂട്ടായ്മ ആചരിച്ചു. 6 അപ്പം നുറുക്കി. 7 പ്രാർത്ഥന കഴിച്ചു വന്നു. ദൈവാലയം എന്നാൽ ഈ കാലഘട്ടങ്ങളിൽ മനുഷ്യനിലുള്ള ഏകദേശ രൂപം എന്നുള്ളത് ആലയത്തിൽ ചെല്ലുന്നത് പ്രാർത്ഥനയ്ക്കാണ്, പ്രാർത്ഥിക്കാൻ വേണ്ടിയും കൂടെയാണ് ആലയത്തിൽ വരുന്നത്. എന്നാൽ പ്രാർത്ഥന എന്ന വിഷയമല്ല ആലയത്തിലേക്ക് വരുമ്പോൾ മുഖ്യമായി ദൈവാത്മാവ് പറഞ്ഞിരിക്കുന്നത്. പ്രാർത്ഥന എന്ന വിഷയം 7-ാമത്തെ പടിയാണ്. അതിനു മുൻപുള്ള പടികൾ അനുസരിച്ചാൽ മാത്രമേ 7-ാമത്തെ പടിയിലേക്ക് നിങ്ങൾ ആലയത്തിലേക്ക് വരുന്നതിൽ അർത്ഥമുള്ളൂ. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ആ പടികൾ ഇങ്ങനെ ഓർപ്പിക്കുകയാണ്. രക്ഷ, സ്നാനം, വേർപാട്, ദൈവവചന പഠനം, കൂട്ടായ്മ, കർത്തൃമേശ, പ്രാർത്ഥന, ഈ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പാലിച്ച് മുൻപോട്ട് പോകുവാൻ നാം നിർബന്ധിതരായിരിക്കുന്ന ദൈവജനമാണ്. ഞാൻ ആ ഭാഗം ഇനിയും പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. സ്നാനത്തോടുള്ള ബന്ധത്തിൽ രക്ഷിക്കപ്പെട്ട ഉടനെ സ്നാനപ്പെടാനായിട്ട് ഒരു വിശ്വാസിക്ക് മനസ്സുണ്ടാകണം. സാധാരണ യുവാക്കന്മാർ ചോദിക്കുന്ന, സ്നാനപ്പെട്ടില്ലേലും സ്വർഗത്തിൽ പോകുമല്ലോ, സ്നാനപ്പെട്ടില്ലേലും സ്വർഗത്തിൽ. ക്രൂശിൽ കിടന്ന കള്ളൻ സ്നാനപ്പെട്ടില്ലായിരുന്നല്ലോ സാധാരണ ചോദിക്കാറുണ്ട്. നമ്മളെക്കാൾ വളരെ ഈ ഇന്നത്തെ ലോകം എന്ന് പറയുന്നത് ഫാസ്റ്റ് മൂവിങ് വേൾഡ് ആണ്. അതുകൊണ്ട് ഇന്നത്തെ ജനറേഷനോട് നമുക്ക് തർക്കിച്ച് പറയാനായിട്ട് കഴിയില്ല. അവർ നമ്മളെക്കാൾ അറിവും റീസണിങ് ചെയ്യുന്നവരുമാണ്. അപ്പോൾ ക്രൂശിൽ കിടന്ന കള്ളൻ സ്നാനപ്പെട്ടില്ലല്ലോ,
അതുകൊണ്ട് ഒരു എക്സെപ്ഷൻ, ഞാൻ സ്നാനപ്പെട്ടില്ലേലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറ ഇന്ന് ഉണ്ട്, വേർപെട്ട സഭകളിലുണ്ട് എന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്നാൽ അവരോട് ഒരു വാക്ക് ഇങ്ങനെ ഓർപ്പിക്കുകയാണ്, നാം രക്ഷിക്കപ്പെട്ടെങ്കിൽ സ്നാനപ്പെടണം എന്നുള്ളത് ഒരു ഓപ്ഷണൽ അല്ല. വേണമെങ്കിൽ ചെയ്യാം, വേണ്ട എങ്കിൽ ചെയ്യാതിരിക്കാം. അങ്ങനെ ഒരു ഓപ്ഷണൽ ആയിരിക്കുന്ന കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ല. ഇത് കർത്താവിന്റെ കൽപ്പനയാണ്. ഉപദേശം അല്ലെങ്കിൽ എന്താ പറയുന്നത്, റിക്വസ്റ്റോ ഒരു അപേക്ഷ ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമായിരുന്നു? തള്ളിക്കളയാൻ. ഇവിടെ പറയുന്നത് ഇറ്റ്സ് എ ഗോഡ്സ് കമാൻഡ്, ദൈവത്തിന്റെ ആജ്ഞയാണ്. രാജാതിരാജൻ ആജ്ഞാപിച്ചു കഴിഞ്ഞാൽ ചെയ്യാതിരിക്കാൻ കഴിയുമോ? നമ്മുടെ ഭാരതം എന്ന ദേശത്തിന്റെ ഭരണാധികാരിയായിരിക്കുന്ന പ്രധാനമന്ത്രി മോഡിജി ഒരു കാര്യം ഭാരതവാസികളോട് പറഞ്ഞാൽ ഞാൻ വിചാരിക്കുന്ന ഒരു 98% വിശ്വാസത്തെ ബാധിക്കാത്ത വിഷയമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കും? റീസെന്റ് നിങ്ങൾക്കറിയാം, റേഷൻ കാർഡ് ഉള്ളവരൊക്കെ റേഷൻ കാർഡ് ആധാർ കാർഡുമായി ബന്ധിപ്പിക്കണമെന്ന് പറഞ്ഞു. അതിന്റെ ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു ഈ 31. അതിനകം മാക്സിമം സ്പോട്ടിലുള്ളവരൊക്കെ അത് ബന്ധിപ്പിച്ചു. ഇല്ലെങ്കിൽ എന്തുണ്ടാവില്ല? റേഷൻ ഉണ്ടാവില്ല. ഭൗതികമായ ഒരു ചെറിയ വിഷയത്തിന് വേണ്ടിയിട്ട് ഒരു ഭരണാധികാരിയുടെ വാക്ക് ഇത്രയും നമ്മൾ അനുസരിക്കുന്നെങ്കിൽ, രാജാതിരാജനായിരിക്കുന്ന ദൈവം തന്റെ കൽപ്പനയിൽ പുറപ്പെടുവിച്ച ഒരു വാക്ക്, നീ രക്ഷിക്കപ്പെട്ടാൽ സ്നാനപ്പെടണമെന്ന് പറഞ്ഞാൽ അത് ചെയ്യാതിരിക്കാൻ കഴിയുമോ? അത് ചെയ്യുന്നതിന്റെ പിന്നിലുള്ള രഹസ്യം, എന്റെ കർത്താവ് എന്നോട് കൽപ്പിച്ചു, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു. ഇറ്റ്സ് നോട്ട് ആൻ ഓപ്ഷണൽ, ഇറ്റ് ഈസ് എസെൻഷ്യൽ. വളരെ വ്യക്തമായിട്ട് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്ന ഒരു കാര്യമായി പറഞ്ഞ് ഞാൻ മുൻപോട്ട് പോവുകയാണ്. ഇനി രക്ഷിക്കപ്പെട്ടവർ സ്നാനപ്പെടുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ, ഞാൻ പറഞ്ഞു വന്ന കാര്യം, ക്രൂശിലെ കള്ളൻ അവനൊരു സാവകാശം ലഭിച്ചിരുന്നെങ്കിൽ അവൻ അതും കൂടെ ചെയ്യുമായിരുന്നു. കാരണം ക്രൂശിൽ മരിച്ച കർത്താവ് ഉയർത്തെഴുന്നേറ്റാൽ മാത്രമേ അവന്റെ മരണത്തോട് സാദൃശ്യപ്പെട്ടിട്ട് അവന്റെ ഉയർത്തെഴുന്നേൽപ്പിനോട് സാദൃശ്യപ്പെടുന്നതായിട്ടാണ് റോമാലേഖനത്തിൽ നാം സ്നാനത്തെ കാണും. അപ്പോൾ അവൻ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ഒരു നിമിഷം ആ കള്ളൻ ജീവനോട് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഇങ്ങനെ വിശ്വസിക്കുകയാണ്, ആ കള്ളൻ സ്വമേധയാ എനിക്ക് സ്നാനപ്പെടണം എന്ന് പറഞ്ഞ് ആ ഉപദേശത്തിന് കീഴ്പ്പെടുമായിരുന്നു. എന്നാൽ ആ കള്ളൻ അങ്ങനെ ഒരു സാവകാശം ലഭിക്കാതെ പോയവരുടെ ഗണത്തിൽ നമ്മളെ ഉൾപ്പെടുത്താൻ കഴിയുമോ? ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ ദൈവം നീട്ടിത്തന്നില്ലേ? എത്രയോ നാളുകൾ ഈ ഉപദേശത്തിന്റെ സത്യം നമ്മുടെ ഉള്ളിലേക്ക് ദൈവം തന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിയില്ലേ? ഈ ദൈവജന സത്യം എത്ര പ്രാവശ്യം നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടും ഞാൻ ഇന്നും മറുതലിച്ചു നിൽക്കുകയാണ്. രക്ഷിക്കപ്പെട്ടിട്ടും സ്നാനപ്പെടാതിരിക്കുന്നവരോട് ഒരു വാക്ക് ഓർപ്പിക്കുകയാണ്, ദീർഘിപ്പിക്കല്ലേ. ദൈവത്തിന്റെ അലംഘനീയമായിരിക്കുന്ന കൽപ്പന നിങ്ങൾ ധിക്കരിച്ചു പോയാൽ ദൈവത്തോട് മറുത്തു നിൽക്കുന്നവരായിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായത്തിൽ നാം ഒരു സ്നാനം അതിന്റെ വ്യക്തത വെളിപ്പെടുത്തിക്കൊണ്ട് കാണുവാനായിട്ട് കഴിയും. അവിടെ നമുക്കറിയാം, എത്യോപ്യയിലെ രാജ്ഞിയുടെ ഒരു ഷണ്ണനും മഹാനും സകല ഭണ്ഡാരത്തിനും മേൽവിചാരകനുമായ ഒരു എത്യോപ്യനെ യെരുശലേമിൽ നമസ്കരിപ്പാൻ പോയിട്ട് വരുന്ന വഴിയിൽ കാണുകയാണ്. അതിന്റെ 8-ാം അധ്യായത്തിന്റെ 26 മുതലുള്ള വാക്യങ്ങൾ നമുക്കത് കാണുവാനായിട്ട് കഴിയും. അതിന്റെ 30-ാം വാക്യം ഇങ്ങനെയാണ്: ഫിലിപ്പോസ് ഓടിച്ചെല്ലുമ്പോൾ യെശയ്യാപ്രവാചകന്റെ പുസ്തകം വായിക്കുന്നത് കേട്ടു. നീ ഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചതിന് ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കും എന്നവൻ പറഞ്ഞു. ഫിലിപ്പോസ് കയറി തന്നോട് കൂടെ ഇരിക്കണം എന്ന് അപേക്ഷിച്ചു. അതിന്റെ 35-ാം വാക്യം: ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി. അവരിങ്ങനെ വഴിപോകിയിൽ വെള്ളമുള്ള ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ ഷണ്ണൻ, ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധം എന്ന് പറഞ്ഞു. അതിന് ഫിലിപ്പോസ്, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു എങ്കിൽ ആകാമെന്ന് പറഞ്ഞു. യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നവൻ ഉത്തരം പറഞ്ഞു. അങ്ങനെ
അവർ തേർ നിർത്തുവാൻ കൽപ്പിച്ചു. ഫിലിപ്പോസ് ഷണ്ണൻ ഇരുവരും വെള്ളത്തിലിറങ്ങി അവനെ സ്നാനം കഴിപ്പിച്ചു. നിങ്ങൾ വളരെ ശാന്തമായിട്ട് ഈ ഭാഗം പ്രത്യേക കുഞ്ഞുങ്ങളൊന്ന് വായിക്കണം. അവിടെ സുവിശേഷം വ്യക്തമായി കേട്ട ഒരു വ്യക്തിയാണ് ഈ എത്യോപ്യ രാജ്ഞിയുടെ മന്ത്രിയായിരിക്കുന്ന ഷണ്ണൻ. അവൻ കേട്ടപ്പോൾ തന്നെ അവനൊരു പ്രേരണയുണ്ടായി. ഞാൻ എന്ത് ചെയ്യണം? സ്നാനപ്പെടണം. സ്നാനത്തിന് എന്ത് വേണം? വെള്ളം വേണം. വെള്ളം കണ്ട ഉടനെ ഫിലിപ്പോസിനോട് പറയുകയാണ്, ഇതാ വെള്ളം, സ്നാനപ്പെടുവാൻ എന്താ തടസ്സം? വെള്ളം കണ്ട ഉടനെ സ്നാനപ്പെടാൻ പറ്റുമോ? സാധാരണ നമ്മൾ ചെയ്യുന്ന സഭയുടെ വർഷത്തിലൊരിക്കലെങ്കിലും സ്നാനത്തിന്റെ ഒരു ശുശ്രൂഷ ഉണ്ടാകും. ഈ വർഷത്തെ സ്നാന ശുശ്രൂഷ ആയതുകൊണ്ട് ഞാൻ സ്നാനപ്പെടുന്നു എന്ന് ചിന്തിക്കുന്നവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ശരിയായ മനോഭാവമല്ല എന്ന് പറയാം. നിങ്ങൾ രക്ഷിക്കപ്പെട്ടു എന്ന ബോധ്യമുണ്ടാകുമ്പോൾ, നിങ്ങളുടെ ഹൃദയത്തിൽ യേശുക്രിസ്തുവിനെ പരസ്യമായിട്ട് എന്റെ കർത്താവും രക്ഷിതാവുമാണ് എന്ന് ഏറ്റുപറയുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടാകുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? സ്നാനപ്പെടണം. ഇരുവരും വെള്ളത്തിലിറങ്ങി ഫിലിപ്പോസ് ഷണ്ണനെ സ്നാനപ്പെടുത്തി. അതുകൊണ്ടാണ് നമ്മുടെ സഭയില് ഈ സ്നാനം എന്ന വാക്കിന് ഗ്രീക്കിൽ കൂടെ ബാപ്റ്റിസം എന്നാണ്. ടു ബി ഇമേഴ്സ്, മുഴുകൽ അല്ലെങ്കിൽ മുങ്ങുക എന്നർത്ഥമാണ് അതിനുള്ളത്. ഒരു വ്യക്തി പൂർണ്ണമായി ജലത്തിൽ മുങ്ങിയാണ് എന്ത് ചെയ്യേണ്ടത്? സ്നാനപ്പെടും. ചിലർ ചോദിക്കും, മറ്റ് പല സഭകളിലും തളിപ്പും അല്ലെങ്കിൽ വെള്ളത്തിന്റെ സമ്പർക്കത്തിലൂടെ പല സ്നാനങ്ങൾ നടക്കാറുണ്ട്. അങ്ങനെയൊക്കെ അങ്ങ് ചെയ്താൽ പോരെ? ഇത്രയും ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ ചെയ്യണോ എന്നുള്ളത്. ഏകദേശം 5000 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു ടാങ്കാണ് അവിടെ ചെയ്തിരിക്കുന്നത്. അവിടെ വെള്ളത്തിന് ഈ കടലിന് ചുറ്റും, കടലിൽ മൊത്തം വെള്ളമാണ്, പക്ഷേ വാട്ടർ എവരിവെയർ ബട്ട് ദർ ഇസ് നോ ഡ്രോപ്പ് ഓഫ് വാട്ടർ ഫോർ ഡ്രിങ്കിങ് എന്ന് പറഞ്ഞത് ഞങ്ങൾ അനുഭവം. കുടിവെള്ളം അല്ലെങ്കിൽ ശുദ്ധജലം വളരെ കുറച്ച് ലഭിക്കുന്ന ഒരു സ്ഥലത്താണ് ഞങ്ങൾ കഴിയുന്നത്. അപ്പൊ ഈ 4000 ലിറ്റർ വെള്ളം ടാങ്കിൽ അടിച്ചു കയറ്റി, എൻ്റെ ഹൈറ്റിന്, ഇത്രയും ഹൈറ്റിന് വെള്ളം അതൊക്കെ ചെയ്യണോ? ചില ഷോർട്ട് കട്ടുകളൊക്കെ അതിനകത്ത് കൊണ്ടുവരാൻ പാടില്ലേ? ഞാൻ പറഞ്ഞില്ലേ, കാലോചിതമായ മാറ്റങ്ങൾ കൊണ്ടുവരാം, പക്ഷേ വചനത്തിന്റെ അന്തസത്ത ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്? വിട്ടുകളെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണ അടക്ക പുനരുത്ഥാനത്തോട് സാദൃശീകരിക്കുന്ന ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ ആ ശുശ്രൂഷയെ ഒരു കാരണവശാലും നാം മറ്റൊന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല? മാറ്റുവാനായിട്ട് പാടില്ല. ഇവിടെ വായിക്കുന്ന വേദഭാഗത്തെ 2 പേരും വെള്ളത്തിലിറങ്ങി ഫിലിപ്പോസ് ഷണ്ണനെ സ്നാനപ്പെടുത്തി. ഇതാണ് അപ്പോസ്തല പ്രവൃത്തികൾ പറഞ്ഞിരിക്കുന്ന ഭാഗം. ഞാൻ അതിനെക്കുറിച്ച് ഇനിയും വിസ്താരമായി പറയേണ്ട ആവശ്യമില്ല. സ്നാനപ്പെടുന്ന കുഞ്ഞുങ്ങൾ വ്യക്തമായിട്ട് ഈ കാര്യങ്ങൾ ബോധ്യപ്പെട്ടാണ് വന്നിരിക്കുന്നത് എന്ന് എനിക്കറിയാം. എന്നാൽ സ്നാനപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് ഇന്ന് പകൽക്കാലം പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സന്ദേശം നിങ്ങളുടെ മുൻപാകെ പങ്കിടുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആ ഭാഗത്തിന് വേണ്ടി റോമർക്കെഴുതിയ ലേഖനം, റോമാലേഖനം 6-ാം അധ്യായം അതിന്റെ 1 മുതൽ ഞാൻ വായിക്കുകയാണ്. ശ്രദ്ധിക്കുക കുഞ്ഞുങ്ങൾ, വിശേഷ വാക്കുകൾ ശ്രദ്ധിക്കുക. ആകയാൽ നാം എന്ത് പറയേണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നു ഒരു നാളും അരുത്. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. ഞാൻ ഒടുവിൽ ആ വാക്യശകലം ഒന്നുകൂടി ഓർമ്മ. നാമും എന്ന് പറഞ്ഞാൽ ഇന്ന് സ്നാനപ്പെടുന്ന കുഞ്ഞുങ്ങൾ ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. സ്നാനത്തിലൂടെ ഉണ്ടാകേണ്ട ഒരു ആത്മീയ ശുശ്രൂഷ, ആത്മീയ കർത്തവ്യം, ആത്മീയ ബാധ്യത, അങ്ങനെ കൂടെ വേണേ പറയാം. ആത്മീയ ബാധ്യത, നാം ജീവന്റെ പുതുക്കത്തിൽ നടക്കണം.
കഴിഞ്ഞ നാളുകളേക്കാൾ ഒരു പുതുക്കിയ ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് സ്നാനപ്പെട്ടത്. സെന്റ് തോമസ് കോളേജില് പ്രീ ഡിഗ്രി പഠിച്ച ആ കാലഘട്ടം ഒന്ന് ഓർത്തെടുക്കാനായിട്ട് ഈ കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോൾ 40 വർഷത്തിന് ശേഷം സഹപാഠികളുടെ ഒരു റീയൂണിയൻ ഉണ്ടായി. അതില് എനിക്കും പങ്കെടുക്കാനായിട്ട് എന്നെ പ്രതിയാണ് ആ സമയത്ത് അവർ വെച്ചതും. അത് ഞാൻ അവിടെ ചെന്നപ്പോൾ ചില പ്രിയപ്പെട്ടവർ സ്നേഹിതർ പറഞ്ഞു തരുമൊക്കെ, ഇവൻ അന്ന് കോളേജിൽ വന്ന ഒരു ബെഞ്ചിൽ ഇങ്ങനെ ഇരിക്കും, കുനിഞ്ഞെന്തോ എഴുതിക്കൊണ്ടിരിക്കും, ഏത് നേരം ഒരു പുസ്തകപ്പുഴു പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതിക്കൊണ്ടിരിക്കുന്നവനെ പോലെ ആയിരുന്നു എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഞാൻ സ്നാനപ്പെട്ട ആദ്യ നാളുകളായിരുന്നു. അതുകൊണ്ട് കോളേജിൽ പോയാൽ ഈ സുഹൃത്തുക്കളോട് ചേർന്ന് മറ്റുള്ള കാര്യങ്ങളിൽ ഇടപെടാതിരിക്കാൻ ഒരു പരിധി വരെ എന്നെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ആ നാളുകളിൽ ഒരു ഭക്തിയോടെ ജീവിക്കാനുള്ള വ്യഗ്രതയിൽ ചെയ്ത ചില കാര്യങ്ങളാണ്. ഇന്ന് എന്നെ കാണുമ്പോൾ അവർക്ക് ബഹുമാനമുണ്ട്, ഞാൻ ഈ പ്രൊഫഷണലായിരിക്കുന്നു എന്നറിയുന്നതിൽ അവരെ എല്ലാവരും വളരെ സന്തോഷിക്കുകയും ചെയ്യുന്നു. അവരുടെ രീതികളിലുള്ള സംസാരങ്ങളിലേക്ക് എന്നെ വലിച്ചിഴയ്ക്കാതെ, അവരുടെ രീതികളിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് എന്നെ സ്വാഗതം ചെയ്യാതെ, എനിക്ക് എൻ്റെതായൊരു റൂമിൽ, എൻ്റെതായൊരു പൊസിഷനിൽ മുൻപോട്ട് പോകുവാൻ ആ സെന്റ് തോമസ് കോളേജിന്റെ സഹപാഠികളോട് കൂടെ ഇന്ന് ദൈവം ഇടയാക്കിയിട്ടുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? രക്ഷയോട് ചേർന്ന് സ്നാനം പറയുമ്പോൾ സ്നാനത്തോട് ചേർന്ന് ഒട്ടും കനം അല്ലെങ്കിൽ അതിന്റെ ആഴം വിട്ടുകളയാതെ പറയേണ്ട ഒരു കാര്യമാണ് വേർപാട്. രക്ഷിക്കപ്പെട്ടവർ സ്നാനപ്പെടണമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ സ്നാനപ്പെട്ടാൽ അടുത്തൊരാൾ നിങ്ങളോട് പറയാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു അടിസ്ഥാന ഘടകം എന്താണെന്നറിയോ? വേർപാടുണ്ടായിരിക്കണം. അവർ അപ്പോസ്തലന്മാരുടെ ചേർന്നു. സ്നാനപ്പെട്ടവർ ഉടനെ എന്ത് ചെയ്തെന്ന്? അപ്പോസ്തലന്മാരുടെ ചേർന്നു. നമുക്കറിയാം, ജ്ഞാനിയോടുകൂടെ നടക്ക നീയും ജ്ഞാനിയാകും. ഭോഷനോടുകൂടെ നടന്നാലോ ഭോഷനാകും. ടെക്നിക്. ഞാൻ ഇന്ന് വിശുദ്ധനായി ജീവിക്കുന്നെങ്കിൽ എനിക്കൊരു കൂട്ടായ്മ ബന്ധമുണ്ട്. ഞാൻ ദൈവസന്നിധിയിൽ എന്നെ നിർമ്മലീകരിച്ചുകൊണ്ട് പോകുവാൻ കഴിയണമെങ്കിൽ നിർമ്മലീകരിക്കപ്പെട്ടവരുടെ, വീണ്ടെടുക്കപ്പെട്ടവരുടെ ഒരു കൂട്ടത്തോട് ചേർന്നാണ് എന്റെ സഹവാസമായിരിക്കേണ്ടത്. ഞാൻ അവരോട് കൂടെ ആത്മീയ ബന്ധത്തിൽ മുൻപോട്ട് പോകണം. അതുകൊണ്ട് സ്നാനപ്പെടുന്ന കുഞ്ഞുങ്ങളോട് ഓർപ്പിക്കുകയാണ്, നിങ്ങൾ സ്നാനപ്പെട്ടാൽ ഒരു വേർപാട് ജീവിതത്തിൽ മുൻപോട്ട് പോകും. അങ്ങനെ വേർപാട് ജീവിതത്തിൽ മുൻപോട്ട് പോകുമ്പോൾ നിങ്ങൾക്കൊരു പുതിയ തലം ഉണ്ടാകുകയാണ്. പുതിയ തലം, അതാണ് ജീവന്റെ പുതുക്കത്തിൽ നടക്കണം. ജീവന്റെ പുതുക്കത്തിൽ നടക്കണം. ഇനി ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ എഫേസ്യ ലേഖനത്തിലേക്ക് വന്ന് ഒരു ചില ചിന്തകൾ നിങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുക. എഫേസ്യ ലേഖനം അതിന്റെ 5-ാം അധ്യായം, എഫേസ്യ ലേഖനം അതിന്റെ 5-ാം അധ്യായം, അതിന് 1-2 വാക്യങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, ശ്രദ്ധിക്കുക. ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാട് യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പിൻ. 1-ാമത്തെ കാര്യം, 5-ാം അധ്യായം, നാം ജീവന്റെ പുതുക്കത്തിൽ നടക്കണം എന്ന് പറയുമ്പോൾ ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാനായിട്ട് നിങ്ങളിൽ ഉണ്ടായിരിക്കേണ്ട ചില നടപ്പുകൾ, അതാണ് ഞാൻ ഓർപ്പിക്കുന്നത്. ഒന്നാമത്, നിങ്ങൾ എന്ത് ചെയ്യണം? സ്നേഹത്തിൽ നടക്കണം. സ്നേഹത്തിൽ നടക്കണം. ഇന്ന് വെറുപ്പിന്റെ സന്ദേശമാണ് ഒരുപാട് കാര്യങ്ങൾക്ക് സാധ്യതകളായിട്ട് ലോകത്തിലെ സംവിധാനങ്ങളൊക്കെ കണ്ടിരിക്കുന്നത്. വെറുപ്പിന്റെ സന്ദേശം രണ്ടുപേരെ അടുപ്പിക്കുക. ബ്രിട്ടീഷേഴ്സ് ഇന്ത്യ ഭരിച്ച കാലത്ത് അവരുടെ ഒരു ടാക്ടിക് ആയിരുന്നു ഡിവൈഡ് ആൻഡ് റൂൾ, പിരിച്ച് ഭരിക്കുക. ഇന്ന് ഈ പിരിച്ച് ഭരിക്കുക എന്ന ആ ബ്രിട്ടീഷ് സമ്പ്രദായം ചില നിലകളിലെങ്കിലും ആത്മീയഗോളത്തിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ തെറ്റിപ്പോകുകയില്ല എന്ന് വിചാരിക്കുന്നു. രണ്ടുപേരെ തമ്മിലടിപ്പിച്ച് സ്നേഹക്കുറവുണ്ടാക്കി ഒരു അലോരസത്തിൽ അത് കണ്ട്
സന്തോഷിക്കുന്ന ചില സാഡിസ്റ്റുകൾ എന്ന നിലയിലേക്ക് ദൈവജനം അധപ്പതിച്ചു പോയോ എന്ന് പറയേണ്ടിയും ഇരിക്കുന്നു. എന്നാൽ ഒരു പുതിയ തലത്തിലേക്ക് ചുവട് വെക്കുന്ന കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ പറയുകയാണ്, നിങ്ങൾ ജീവന്റെ പുതുക്കത്തിൽ നടക്കണം. അടുത്ത വാക്ക് എന്താണ്? ആ ജീവന്റെ പുതുക്കത്തിൽ നടക്കുന്ന നിങ്ങൾ സ്നേഹത്തിൽ നടക്കണം. ആരോടും ശത്രുത ഉണ്ടാകുവാൻ. വിശേഷാൽ സ്നേഹത്തിന്റെ ഏറ്റവും മൂർത്തിഭാവം എന്താണെന്നറിയാമോ? നാം കർത്താവിനെ സ്നേഹിക്കുന്നെങ്കിൽ മറ്റാരോടും നമുക്ക് പിന്നെ സ്നേഹിക്കണമെന്ന് മറ്റൊരാൾ പറയേണ്ട ഒരു ആവശ്യം ഇല്ല. അതിന് കാരണം എന്താണെന്ന് അറിയാമോ? കർത്താവിന്റെ പഠിപ്പിക്കലിൽ നിങ്ങളെ ശത്രുക്കളെ പയക്കണം എന്നാണ് പഠിപ്പിച്ചത്. ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ, അവരെ സ്നേഹിപ്പിൻ. അപ്പൊ കർത്താവിനെ സ്നേഹിക്കുക, അത് മാത്രമേ ഞാൻ നിങ്ങളോട് പറയുന്നുള്ളൂ. നിങ്ങൾ കർത്താവിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ കർത്താവിന്റെ ആ ഉപദേശത്തിൽ നിങ്ങൾ ആരെയെല്ലാം സ്നേഹിക്കണം എന്നുള്ളത് ദൈവാത്മാവ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ദൈവസഭയെ സ്നേഹിക്കുവാൻ, നിങ്ങളുടെ മാതാപിതാക്കന്മാരെ സ്നേഹിക്കുവാൻ, നിങ്ങളെ വചനം പഠിപ്പിച്ച് നടത്തുന്നവരെ സ്നേഹിപ്പാൻ, നിങ്ങളെ ആത്മീയ കൂട്ടായ്മയിൽ നിങ്ങളോട് ചേർന്ന് നിൽക്കുന്നവരെ സ്നേഹിപ്പാൻ തീർച്ചയായും നിങ്ങൾക്ക് കഴിയും. നിങ്ങൾ മുഖാന്തര സ്നേഹത്തിന്റെ സന്ദേശം അഭക്തരിലേക്കും കടന്നു എന്ന് ജാതികളും ദൈവത്തെ അറിയുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് ഒന്നാമത്തെ ഭാഗം ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നിങ്ങൾ സ്നേഹത്തിൽ നടക്കണം. അതിലെ 3-4 വാക്യം, 3-6 വരെയുള്ള വാക്യങ്ങൾ വായിക്കാൻ ശ്രദ്ധിക്കുക. ദുർനടപ്പ് യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പറക പോലും വരുത്. അങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. ചീത്തത്തരം, പൊട്ടച്ചൽ, കളിവാക്ക് ഇങ്ങനെ ചേർച്ചയല്ലാത്തവ ഒന്നും അരുത്. സ്തോത്രമത്രേ വേണ്ടത്. ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദൈവാഗ്രഹി ഇവർക്കാർക്കും ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഇവിടെ രണ്ടാമത്തെ ഭാഗത്ത് പറയുകയാണ്, നിങ്ങൾ എങ്ങനെ നടക്കണം? വാക്കിംഗ് ഇൻ പ്യൂരിറ്റി, വിശുദ്ധിയിൽ നടക്കണം. വിശുദ്ധിയിൽ നടക്കുമ്പോൾ നിങ്ങൾ ആരും അശുദ്ധരല്ല കേട്ടോ. ഞാൻ അങ്ങനെ പറയും, ദുർനടപ്പായി നടക്കുന്ന ഒരു കുഞ്ഞുങ്ങളുമല്ല. പക്ഷെ ചില കാര്യങ്ങൾ, ഒരു പക്ഷേ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മളിൽ വന്നു പോകാൻ സാധ്യതയില്ല എന്ന് പറയാൻ കഴിയും. ചീത്തത്തരം, പൊട്ടച്ചൊൽ, കളിവാക്ക്, ഇതൊക്കെ ഉണ്ടോ നമ്മുടെ ജീവിതത്തില്? സ്നാനപ്പെട്ട് വർഷങ്ങളായ സൗരന്മാരൊക്കെ ഉണ്ടല്ലോ, ഞാൻ ഉൾപ്പെടെ. ഇതെല്ലാം ചിലപ്പോഴൊക്കെ ഉണ്ടാകാറില്ലേ? ചീത്തത്തരം, പൊട്ടച്ചൽ, കളിവാക്ക്. നമ്മൾ ആരും ദുർനടപ്പുകാരല്ല, വ്യഭിചാരികളല്ല, പിടിച്ചുപറിക്കാരല്ല. ഇതൊക്കെ സമ്മതിച്ചു. എന്നാൽ ചീത്തത്തരം, പൊട്ടച്ചൽ, തമാശയായിട്ട് എന്തെല്ലാം കാര്യങ്ങളാ പറയുന്നത്. ചില തമാശകളൊക്കെ അതിരുവിട്ടുപോകും. നമ്മുടെ ആത്മീയ ആ ഒരു നിലവാരത്തിന് മേൽ കടന്നു പോകാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി ദൈവത്തിനു വേണ്ടി ജീവിക്കണമെന്ന് ഇവിടെ ഓർപ്പിക്കുകയാണ്. ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നില്ല. ആർക്കാണ്? മേലിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ നമുക്ക് യോജിച്ച കാര്യങ്ങളല്ല എന്നവിടെ പറയുകയാണ്. അതുകൊണ്ട് അതിന്റെ 4-ാം വാക്യം, അങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. അതിന്റെ 3-ാം വാക്യം ശ്രദ്ധിക്കുക, ദുർനടപ്പും യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പറക പോലും അരുത്. ഇങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. നമ്മുടെ ഇടയിൽ ദുർനടപ്പുണ്ടാകരുത്, നല്ല നടപ്പേ പാടുള്ളൂ. നല്ലത്. അതിന്റെ വിശദീകരണത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. സാൻമാർഗികത എന്ന വിഷയം ബോധ്യപ്പെടാൻ നമ്മുടെ സമൂഹത്തില് അത് പ്രത്യേകിച്ച് പഠിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മളെല്ലാം സാൻമാർഗികതയെ മനസ്സിലാക്കുന്ന ആളുകൾ. നല്ലത് എന്ന് ചിന്തിക്കുകയും ധാർമ്മികമായിട്ട് എനിക്ക് ഉചിതമെന്ന്, സമൂഹത്തിന് നന്മയായിട്ട്, കുടുംബത്തിന്റെ സന്തോഷത്തിന് കാരണമാകുന്ന വിഷയങ്ങൾ ദൈവസഭയിൽ അനുവദിക്കപ്പെട്ടതും ദൈവസഭയിൽ ആത്മീയ ശുശ്രൂഷകളിലൂടെ മറ്റുള്ളവർക്ക് പ്രോത്സാഹനം നൽകുവാൻ കഴിയുന്നതുമായിരിക്കുന്ന ഏതൊരു വിഷയത്തെയും നമുക്ക് ധാർമ്മികമായി എടുക്കാനായിട്ട് കഴിയും. എന്നാൽ അതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താണെന്നറിയാം? ഈ ദൈവവചനമാണ്. അതുകൊണ്ട് ക്രിസ്തുവിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ വചനത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന ഒരു ജീവിതം നമുക്കുണ്ടാകണം.
ശിഷ്യന്മാരെ കുറിച്ച് വേദപുസ്തകം ആരാ ശിഷ്യൻ? നമുക്ക് എനിക്കൊക്കെ ഒരു ആഗ്രഹം, അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ ഒരു ആഗ്രഹമുണ്ട്, ഞാൻ ക്രിസ്തുവിന്റെ ശിഷ്യനാകണം. 3 കാര്യങ്ങളാണ് യോഹന്നാന്റെ സുവിശേഷത്തില് ക്രിസ്തുവിന്റെ ശിഷ്യന്മാരോടുള്ള ബന്ധത്തിൽ പറയുന്നത്. അവന്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. വീണ്ടും നാം 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ ശിഷ്യന്മാരാകും. 15-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നു എങ്കിൽ എൻ്റെ ശിഷ്യന്മാർ ആകും. അപ്പോ കർത്താവിന്റെ ഒരു ശിഷ്യനായിട്ട് ഞാൻ മാറണം, കർത്താവിനെ സ്നേഹിക്കുന്നവനായിട്ട് ഞാൻ മാറണം, കർത്താവ് എന്നിൽ പ്രസാദമുണ്ട് എന്ന് പറയത്തക്ക നിലയിൽ ഞാൻ എൻ്റെ ജീവിതത്തെ ഒരു പക്വതയിലേക്ക് നയിക്കണമെങ്കിൽ എന്നിൽ ഉണ്ടാകേണ്ട ഒരു വിഷയം എന്താണെന്നറിയാമോ? ഞാൻ വിശുദ്ധിയിൽ ജീവിക്കണം. 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ക്രിസ്തു വിശുദ്ധനായിരിക്കുന്ന പോലെ നാം എന്ത് ചെയ്യണം? വിശുദ്ധരായിരിക്കണം. നമ്മുടെ വിശുദ്ധിയുടെ മാനദണ്ഡം മുളന്തുരുത്തി സഭയിലുള്ള XOR-Y ആകാൻ അവരെ അനുകരിക്കുന്നത് നല്ലതാണ്, എന്നാൽ അവരല്ല അതിന്റെ മാനദണ്ഡം. നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിയുടെ മാനദണ്ഡം നോക്കണമെങ്കിൽ അത് കാണേണ്ടത് കർത്താവായ യേശു ക്രിസ്തുവിലാണ്. ഞാൻ ഓർപ്പിച്ചല്ലോ, നമുക്ക് ചുറ്റിലുമുള്ളവരെല്ലാം നമുക്ക് അനുകൂലമായിരിക്കുമെന്ന് ഒരിക്കലും ചിന്തിക്കാനായിട്ടിടയാകരുത്. നമ്മെ പ്രതിയോഗികളായി വരുന്നവരെയും പ്രതികൂലമായി ബാധിക്കുന്നവരെയും സ്നേഹിപ്പാൻ പഠിപ്പിച്ച ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ കർത്താവ് ക്രൂശിൽ കിടന്ന് ആദ്യം പറഞ്ഞ വാക്കെന്താ? പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയാതിരിക്കുന്നു. അവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയാതിരിക്കുന്നുണ്ട്, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ വാക്കിന്റെ അടിസ്ഥാനത്തിൽ വിശ്വാസികളെ നാം സ്നേഹത്തിന്റെ ആ ഭാവത്തിൽ മുൻപോട്ട് പോകേണ്ടവരാണ്. മുൻപോട്ട് പോകണം. ദൈവം നമ്മെ ആ നിലയിൽ സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ പോവുകയാണ്. 2-ാമത്തെ കാര്യം, നാം വിശുദ്ധിയിൽ നടക്കണം. 1-ാമത് സ്നേഹത്തിൽ നടക്കണം, 2-ാമത് വിശുദ്ധിയിൽ നടക്കണം, 3-ാമത് അതിൻ്റെ 7 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കണം. ഞാൻ വായിച്ചു പോവുകയാണ്, നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ അവരുടെ കൂട്ടാളികളാകരുത്. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവിൻ. ശ്രദ്ധിക്കുക, walk in the light. വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളു. സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികളാകരുത്. അവയെ ശാസിക്കത്രേ വേണ്ടത്. അവർ ഗൂഢമായി ചെയ്യുന്നത് പറവാൻ പോലും ലജ്ജയാകുന്നു. അവയെ ശാസിക്കുമ്പോഴോ സകലത്തെയും കുറിച്ച് വെളിച്ചത്താൽ ബോധം വരും. ബോധം വരുന്നതെല്ലാം വെളിച്ചം പോലെ തെളിവല്ലോ. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്ന് ചൊല്ലുന്നു. 3-ാമത്തെ, 1 സ്നേഹത്തിൽ നടക്കണം, 2 വിശുദ്ധിയിൽ നടക്കണം, 3 നാം വെളിച്ചത്തിൽ നടക്കണം. ഈ വെളിച്ചത്തിൽ നടക്കണം എന്ന് പറഞ്ഞതിന്റെ ഒടുവിലത്തെ വാക്ക് പൗലോസ് ഓർപ്പിക്കും 14-ാമത്തെ വാക്യം. അതുകൊണ്ട് ഉറങ്ങുന്നവനെ എന്ത് ചെയ്യണം? മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കാം. ഇന്ന് പലരെ സംബന്ധിച്ച് ഉറക്കം നടിച്ചു കിടക്കുക. വെളിച്ചത്തിന്റെ മക്കളായി നടക്കണമെന്ന് എന്നോട് ദൈവാത്മാവ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടും ഇരുട്ടിന്റെ സന്താനങ്ങളോട് കൂടെ ജീവിക്കുന്ന നിലയിലേക്ക് വിശ്വാസികളുടെ ജീവിതം അധപ്പതിച്ചു പോയി എന്ന് പറയാതിരിക്കാൻ വയ്യ. ഞാൻ ഈ യോനയുടെ പുസ്തകം പഠിക്കുമ്പോൾ എന്നെ ആശ്ചര്യപ്പെടുത്തിയ ഒരു വിഷയം എന്താണെന്നറിയാം. യോന കപ്പലിൽ കയറി നിനവയ്ക്ക് പോകേണ്ട യോന ഇപ്പൊ എങ്ങോട്ട് പോവാ? തർശീസിലേക്ക് പോവാൻ. കപ്പലിൽ ആളുകൾ താമസിക്കുന്ന മേൽത്തട്ടുകളിലാണ്. അതിന്റെ ഏറ്റവും അടിത്തട്ട് എന്ന് പറയുന്നത് കാർഗോ സ്പേസാണ്. ജീവിക്കുന്നവരെല്ലാം വസിക്കേണ്ടത് മേൽത്തട്ടിലാണ്. പക്ഷെ യോന എവിടെ പോയാ? കപ്പലിന്റെ അടിത്തട്ടിൽ പോയി കിടന്ന് ഉറങ്ങിയെന്ന് മാത്രമല്ല, കൂർക്കം വലിച്ചുറങ്ങുക. ഇത്രയും വെളിയിൽ ജനം അയ്യോ അയ്യോ എന്ന് നിലവിളിക്കുക, കേൾക്കുന്നില്ല. കടലിന്റെ ശോഭത്താൽ കപ്പൽ മുങ്ങുമാറ് വല്ലാതെ
ഉള്ള സിറ്റുവേഷനിലാണ്. അത് യോനെ അറിയുന്നില്ല. ഞാൻ ഓർക്കുക, അതുകൊണ്ട് ഉറങ്ങുന്നവനെ, നിങ്ങൾക്ക് എത്രമാത്രം ദൈവാത്മാവിന്റെ വിളി ഉണ്ടായിട്ടും ദൈവാത്മാവ് നിങ്ങളോട് വളരെ വ്യക്തമായി എത്ര പ്രാവശ്യം സംസാരിച്ചിട്ടും കേൾക്കാൻ മനസ്സിലാതെ കാത് കൊട്ടിയടച്ച് കണ്ണ് ഇറുക്കി അടച്ച് അങ്ങനെ കഴിയുന്ന ഒരു ജീവിതമില്ലേ? അത് മാറ്റണം കേട്ടോ. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് എഴുന്നേൽക്ക. നിന്റെ പ്രകാശം പ്രകാശിക്കേണ്ട സമയമായി. ഇന്ന് സ്നാനപ്പെടുന്ന കുഞ്ഞുങ്ങളോട് ഓർപ്പിക്കുകയാണ്, യു ഷുഡ് ബി എ ലൈറ്റ് ടു ദി അതർ പീപ്പിൾ. നിങ്ങൾ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുന്നവരായി കാണും. നിങ്ങളെ കാണുന്നവർ സ്നേഹത്തിൽ നടക്കുന്നവരായിട്ടും, നിങ്ങളെ കാണുന്നവർ നിങ്ങൾ വിശുദ്ധിയിൽ നടക്കുന്നവരായിട്ടും, നിങ്ങളെ കാണുന്നവർ നിങ്ങൾ പ്രകാശത്തിൽ നടക്കുന്നവരായിട്ടും മനസ്സിലാക്കണം. 141 കോടി ജനമുള്ള ഭാരതവാസികളുടെ ഒരു പ്രാർത്ഥനയുണ്ട്. എന്താണെന്നറിയാമോ? തമസോമ ജ്യോതിർഗമയ. ഇരുട്ടിലിരുന്ന് അന്ധകാരത്തിൽ നിന്ന് എന്നെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരണമേ എന്ന് 141 കോടി ജനങ്ങൾ ഇന്ത്യയിൽ പ്രാർത്ഥിക്കുമ്പോൾ, അക്ഷരാർത്ഥത്തിൽ പ്രാർത്ഥിക്കുകയും ജീവിക്കുകയും ചെയ്യേണ്ട ഒരു വിശ്വാസി ഉറങ്ങിക്കൊണ്ടിരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ അത് കുറവെന്ന് പറയാനായിട്ട് മാത്രമേ കഴിയൂ. സത്യം എന്താണെന്ന് അറിഞ്ഞിട്ടും അത് വെളിപ്പെടുത്തുവാൻ മനസ്സിലാതെ, ജീവിക്കേണ്ട വിധം എന്താണെന്ന് അറിഞ്ഞിട്ടും ജീവിക്കാതിരിക്കുമ്പോൾ, ഞാൻ ഇങ്ങനെ പറയട്ടെ, കണ്ണിറുക്കി നിങ്ങൾ അന്ധകാരത്തിൽ ജീവിക്കുന്ന അനുഭവത്തിലൂടെ മുൻപോട്ടു. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്നെഴുന്നേൽക്ക, നീ പ്രകാശമുള്ളവനായി ജീവിക്കണം. ആവശ്യമായ ദൈവകൃപ ആ വിഷയത്തിലും കർത്താവ് നമുക്ക് നൽകട്ടെ. ഇനി ഒടുവിലായി അതിന്റെ 5-ാം അധ്യായം 15 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വായിക്കാൻ ശ്രദ്ധിക്കാം. ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്ര നടപ്പാൻ നോക്കുവിൻ. ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവിൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവൻ എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുവിൻ. ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പിൻ. ഇവിടെ വായിക്കുന്നത് അതിന്റെ 15-ാം വാക്യം. ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ട് ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കും. വാക്ക് വൈസിലി. ജ്ഞാനത്തോടെ നിങ്ങൾ എന്ത് ചെയ്യണം? നടക്കണം. ഇന്ന് അനേകരെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ ഒരു വ്യക്തത ഇല്ലാതിരിക്കുന്നു. ജ്ഞാനം പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തോട് അടുക്കണം. സകല ജീവിതങ്ങളെയും ജ്ഞാനസമ്പൂർണമാക്കുന്ന ദൈവത്തിന്റെ അടുക്കിലേക്ക് കടന്നു വന്നാൽ മാത്രമേ ജ്ഞാനത്തോടെ ജീവിക്കുവാനായിട്ട് കഴിയുള്ളൂ. ഇന്ന് ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഉപദേശങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, എല്ലാം കേൾക്കുന്നുണ്ട്. പക്ഷെ ഉപദേശത്തെ ശരിയായി നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് കഴിയുന്നില്ല. കാര്യങ്ങൾ വിവേകത്തോടെ ചെയ്യുന്നവർ, ചെയ്യാനായിട്ട് ഒരുപാട് ആളുകളുണ്ട്, പക്ഷെ വിവേകത്തോടെ ചെയ്യാനായിട്ട് ആളുകൾ കുറവായിരിക്കുന്നു. എന്തൊക്കെയോ ചെയ്തു പോകുന്നു എന്നല്ലാതെ ചെയ്യേണ്ടതുപോലെ ചെയ്തു എന്ന് പറയാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ? കൊരിന്ത്യ ലേഖനത്തിൽ കൃപാവരങ്ങളെ പ്രയോജനപ്പെടുത്തുന്ന വിഷയത്തെ ഓർപ്പിക്കുമ്പോൾ ഇങ്ങനെ പറയാണ്ട്, എല്ലാം ക്രമവും ചന്തവുമായി ചെയ്യണം. ഉചിതമായി, ക്രമവും ഉചിതവുമായി ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന് അറിയേണ്ടതിന് മാനുഷികമായ ഒരാലോചനയും കേൾക്കേണ്ട ആവശ്യമില്ല. ഈ തിരുവചനത്തിലേക്ക് കടന്നു ചെന്നാൽ മതി. കഴിഞ്ഞ ദീർഘവർഷങ്ങൾ, ഏകദേശം 35 വർഷമായി ഞാൻ ദീപസമൂഹങ്ങളിൽ ആയിരിക്കുന്നു. 23-ാമത്തെ വയസ്സിലാണ് ഞാനൊരു കൊടും കാട്ടിലേക്ക് മിഷണറി ആയിട്ട് പോകുന്നത്. ആരുമില്ല, ആരും കാണാനില്ല, ആരും ഉപദേശിക്കാനില്ല. ഞാൻ എന്ത് ചെയ്താലും ഒരു മനുഷ്യൻ പോലും അറിയാൻ പോലും കഴിയാത്തൊരു സ്ഥലത്തിൽ
ഇന്തോനേഷ്യയിൽ നിന്ന് 80 മൈൽ ദൂരത്തിലുള്ള ഗ്രേറ്റ് നിക്കോബാർ എന്ന ദ്വീപിൽ ശുശ്രൂഷയ്ക്കായി 23-ാമത്തെ വയസ്സിൽ ചെന്നിറങ്ങി ഇന്ന് ഈ കാലഘട്ടം വരെയും 58 വയസ്സ് വരെയും ദൈവത്തിന്റെ മഹാകരുണയാലും അവന്റെ ദയയാലും ദൈവം എനിക്ക് തന്ന ഈ പ്രമാണത്തെ ഞാൻ വായിച്ച് മനസ്സിലാക്കി എന്നെ തന്നെ റിവൈവ് ചെയ്ത് ജീവിച്ചത് കൊണ്ട്, എന്റെ അടിസ്ഥാനം ഈ വചനത്തിന്മേലായതുകൊണ്ട് എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു, പ്രമാണമുള്ളത് കൊണ്ട് ഞാൻ വിജയ ജീവിതം നയിക്കുന്നു. പ്രമാണമില്ലാതെ പോയാലോ ജനം അധോഗതി പ്രാപിക്കും. ഈ നാടുകളിൽ പ്രമാണത്തിന് പ്രാധാന്യമില്ലാത്തൊരു കാലഘട്ടത്തിലാണ് പോകുന്നത്. എവിടെ പോയാലും കണ്ണിന് ഇമ്പമായതിന് പിറകെ ഓടുകയാണ്, കാതിന് വളരെ സന്തോഷകരമായിരിക്കുന്ന കാര്യങ്ങളുടെ പിന്നാലെ പോവുകയാണ്. എന്നാൽ ദൈവജനത്തെ സംബന്ധിച്ച് പറയുകയാണ്, നാം വാക്ക് ഇൻ വൈസ്ലി, വിവേകത്തോടെ നടക്കണം. 4 കാര്യം ഞാൻ ആ വിഷയത്തിൽ ഓർപ്പിച്ചു. 1, സ്നേഹത്തിൽ നടക്കും. പ്രിയ കുഞ്ഞുങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 1, സ്നേഹത്തിൽ. നിങ്ങളുടെ സ്നേഹം കർത്താവിനോട് 100% ഉണ്ടെങ്കിൽ നിങ്ങൾ സ്നേഹിക്കേണ്ടവരെല്ലാം സ്നേഹിക്കും. നിങ്ങളുടെ സ്നേഹം കർത്താവിനോട് 100% ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രവർത്തനത്തിലൂടെ നിങ്ങൾ ഒരു അനുഗ്രഹമായിട്ട് മാറിയിരിക്കും. നിങ്ങളുടെ ജീവിതം കാണുന്ന പ്രിയപ്പെട്ടവർക്ക് വലിയ സന്തോഷത്തിന് കാരണമായി തീരും. അതുകൊണ്ട് നിങ്ങൾ സ്നേഹത്തിൽ നടക്കണം. 2, നിങ്ങൾ വിശുദ്ധിയിൽ നടക്കണം. ഈ കാലഘട്ടത്തിൽ ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളോട് വിശുദ്ധിയിൽ നടക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമുള്ള ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സ്നാനത്തോട് ചേർന്നുള്ള ഒരു സത്യമാണ് വേർപാട്. നീ സ്നാനപ്പെട്ടാൽ നിന്നിൽ വേർപാടെന്ന ആ ഗുണം ഇല്ലാതെ പോകരുത്. ലോകത്തിൽ നിന്ന് വേർപിരിക്കപ്പെട്ടവൻ അപ്പോസ്തലന്മാരോട് ചേർന്ന് എന്ന് പറഞ്ഞാൽ ദൈവം അംഗീകരിച്ചവരോട് ചേർന്ന് ജീവിക്കുന്ന, ദൈവം തെരഞ്ഞെടുത്തവരോട് ചേർന്ന് ജീവിക്കുന്ന ജീവിതം നിങ്ങൾക്കുണ്ടാകണം. അതുകൊണ്ട് വാക്ക് ഇൻ പ്യൂരിറ്റി. 3, നിങ്ങൾ വെളിച്ചത്തിന്റെ മക്കളായി നടക്കണം. ഇരുൾ നിങ്ങൾക്കുണ്ടാകാം. ഈ ലോകത്തിന്റെ അധിപതിയായിരിക്കുന്ന സാത്താൻ നിങ്ങളുടെ മനസ്സിനെ അവിശ്വാസത്തിന്റെ കണങ്ങൾ കൊണ്ട് പൂരിതമാക്കി അന്ധകാരത്തിലൂടെ നടത്തുവാൻ നിങ്ങളുടെ മേൽ അമിത സ്വാധീനം ചെലുത്തുമ്പോൾ ദൈവത്തിന്റെ പ്രകാശത്താൽ, കർത്താവായ യേശു ക്രിസ്തു 40 നാൾ ഉപവാസം ചെയ്ത് വന്നപ്പോൾ ആരെ കർത്താവിനെ പരീക്ഷിപ്പാനായിട്ട് വന്ന്? പിശാച. 3 കാര്യങ്ങളാണ് പിശാച് അവന്റെ മുൻപിൽ. 1, അവന്റെ ഭൗതികമായിരിക്കുന്ന സസ്റ്റനൻസ്, ഭക്ഷണ വിഷയങ്ങളെ കുറിച്ച് സംസാരിച്ചു. 2, അവന്റെ പദവിയെക്കുറിച്ചും കർത്താവിനോട് പരീക്ഷിച്ചു. 3, എന്താ? അവന്റെ ആരാധന വിഷയം. ഞാൻ ഇങ്ങനെ ഓർപ്പിക്കട്ടെ, ഭൂമിയിൽ സമ്പത്തുണ്ടാക്കാമെന്ന് വിചാരിച്ച് അന്യായമായി ഒന്നും സമ്പാദിക്കരുതേ. അന്യായമായി സമ്പാദിക്കുന്നതൊന്നും നിങ്ങൾക്ക് ഉപകാരമായി തീരുകയില്ല. ഭൂമിയിലെ പദവിക്ക് വേണ്ടി നിങ്ങൾ ഓടിയാൽ സ്വർഗത്തിലെ ദൈവത്തിന് അപമാനമായിരിക്കുന്ന ഒന്നും അതിനോട് ചേർത്ത് കെട്ടരുതേ. മാത്രമല്ല, നിങ്ങളുടെ ആരാധന വിഷയത്തിൽ ഒരു കളങ്കവും ഉണ്ടാകും. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന്റെ ലേഖനം എഴുതുമ്പോൾ പ്രിയ മകനായിരിക്കുന്ന ആത്മീയത്തിൽ പ്രിയ മകനായിരിക്കുന്ന തിമോത്തിയോസിന് പറയാം, നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിൽക്കാന്നല്ല, നിലനിൽക്ക. പഠിച്ചതുണ്ട്, നിശ്ചയം പ്രാപിച്ചൊന്നുണ്ട്, അതിലെന്ത് ചെയ്യണം? നിലനിൽക്കും. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത ഒരാളാണ്. യാത്ര ചെയ്ത സ്ഥലങ്ങളിലൊക്കെ ഞായറാഴ്ചയാകുമ്പോൾ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവരൊക്കെ പല സ്ഥലങ്ങളിൽ എന്നെ വിളിക്കാറുണ്ട്. ഞാൻ പറയും, സൺഡേ ആരാധനയുടെ ദിവസമാണ്, വരത്തില്ല. എവിടെ സത്യോപദേശത്തിന് വിധേയപ്പെട്ട ദൈവജനം കൂടി വന്ന് കർത്താവിനെ കർത്തൃമേശയോടുകൂടി ആരാധിക്കുന്നു, ആ സ്ഥലസഭയിലേക്ക് വെമ്പൽ കൊണ്ട് ചെന്ന് അവിടെ ആരാധിപ്പാൻ കഴിയുന്ന ഒരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട്.
ആ വ്യവസ്ഥകളെ വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥാനത്തിനോ പദവിക്കോ പെരുമയ്ക്കോ പേരിനോ വേണ്ടി ഓടാനായിട്ട് കഴിയുന്നില്ല. കാരണം എന്താണെന്ന് അറിയാമോ? പഠിച്ചും നിശ്ചയവും പ്രാപിച്ചിരിക്കുന്ന ഈ സത്യോപദേശത്തിൽ നിന്ന് മാറുവാനായിട്ട് എനിക്ക് കഴിയുകയില്ല. അതുകൊണ്ട് പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ അടിസ്ഥാനപരമായി ഉണ്ടായിരിക്കേണ്ട ഈ പഠിച്ചും നിശ്ചയം പ്രാപിച്ച വിഷയത്തിൽ നിങ്ങൾ നിലനിന്ന് കർത്താവിന് മഹത്വം കൊടുക്കണം. ഒടുവിലായി വാക്ക് ഇൻ വൈസ്ലി, വളരെ വിവേകത്തോടെ ജീവിക്കണം. എവിടെ നിന്നാൽ എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയും, എങ്ങനെ സംസാരിച്ചാൽ കർത്താവിന് സന്തോഷമാണ്, എന്നിലൂടെ എന്ത് പ്രവൃത്തികൾ ഉണ്ടായാൽ ദൈവരാജ്യത്തിൽ എനിക്ക് നിക്ഷേപമുണ്ടാകും, ഇത് ചിന്തിച്ച് ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുകയും ഉയരത്തിലുള്ളതിനു വേണ്ടി ഈ ഭൂമിയിൽ ശേഖരിക്കുകയും നിങ്ങളെ ഓർമ്മിപ്പിച്ച് ഞാൻ ആ ഭാഗം വിടുക. ഇനി 3 കാര്യം പെട്ടെന്ന് ഒരു 2-3 മിനിറ്റിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. 3 കാര്യങ്ങൾ, 3 വഴികളുണ്ട് ഈ ലോകത്തിൽ. ആ കാര്യങ്ങൾ പറയുവാനായിട്ടാകും. ഒന്ന്, ദ വേ ഓഫ് ദി വേൾഡ്, ലോകത്തിന്റെ വഴി. അതിന്റെ 4-ാം അധ്യായം നിങ്ങൾ എടുത്താൽ ആ ഭാഗം അതിന്റെ 17 മുതൽ 19 വാക്യം ഞാൻ വായിച്ചു പോവുകയാണ്, നിങ്ങൾ ശ്രദ്ധിക്കുക. ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ച് പറയുന്നത് എന്തെന്നാൽ, ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനി നടക്കരുത്. അവർ അന്ധബുദ്ധികളായി അജ്ഞാന നിമിത്തം, ഹൃദയ കാഠിന്യ നിമിത്തം തന്നെ ദൈവത്തിന്റെ ജീവനിൽ നിന്ന് ആകുന്നു മനം തഴമ്പിച്ചു പോയവർ ആകിയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരുന്നു. ഇതാണ് ലോകത്തിന്റെ വഴി. രണ്ടാമത്, ദ വേ ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ വഴി. നിങ്ങളോ യേശുവിൽ സത്യമുള്ളതുപോലെ അവനെ കുറിച്ച് കേട്ട് അവനിൽ ഉപദേശം ലഭിച്ചുവെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെയല്ല പഠിച്ച്, എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ സത്യം, അതാണ് ക്രിസ്തുവിന്റെ വഴി. മൂന്നാമത്, ദി വേ ഓഫ് ചർച്ച് മെമ്പേഴ്സ് ഓർ ക്രൈസ്റ്റ് മെമ്പേഴ്സ്, ക്രിസ്ത്യാനികളുടെ വഴികൾ എന്താണ്? 22-ാം വാക്യം മുതൽ, മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച് പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചു. ദ വേ ഓഫ് ക്രിസ്ത്യൻസ് that forget the old man and wear the new man. പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞു, പുട്ട് ഓഫ് ആൻഡ് പുട്ട് ഓൺ. ഈ 2 കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ മനസ്സിലാകും. സ്നാനത്തിലൂടെ അത് നടക്കണം. എൻ്റെ കഴിഞ്ഞകാല ജീവിതങ്ങളിൽ ഞാൻ പാലിച്ചു വന്ന ചില കാര്യങ്ങൾ എൻ്റെ കർത്താവിൻ്റെ ഹിതത്തിന് വിരുദ്ധമാണെങ്കിൽ ഇന്ന് പൂർണ്ണമായിട്ടും അത് വിട്ടുകളഞ്ഞ് പുതിയ മനുഷ്യനെ ധരിച്ചു കൊള്ളുക. ഞാൻ ആദ്യം വായിച്ച വേദഭാഗത്തിൽ ഒന്നുകൂടെ വരികയാണ്. നാം ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടത്. ഇന്ന് സ്നാനപ്പെടുന്ന പ്രിയ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഒരു സന്തോഷം ഉണ്ടാകട്ടെ. ഇന്നു മുതൽ അവർ ജീവന്റെ പുതുക്കത്തിൽ നടക്കാനായി ദൈവജനത്തിനൊരു ബാധ്യതയുണ്ട്. സ്നാനപ്പെടുന്ന കുഞ്ഞുങ്ങളെ കുറിച്ച് വളരെ പ്രാർത്ഥിക്കണം. അവരുടെ ജീവിതാന്ത്യം വരെയും അവർ പരസ്യമായി പറയുന്ന സാക്ഷ്യത്തിൽ നിലനിൽപ്പാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കട്ടെ. ഒരു വാക്ക് കടന്നു വന്ന എല്ലാവരോടും ഓർപ്പിക്കുകയാണ്, സ്നാനം എന്നുള്ളത് ഒരു ഓപ്ഷണലല്ല. വേണമെങ്കിൽ ആകാം, ഇല്ലെങ്കിൽ വേണ്ട എന്ന് ചിന്തിക്കുന്നത് കർത്താവിൻ്റെ രാജകൽപ്പന. ഇറ്റ്സ് എ കിങ്സ് കമാൻഡ്. ദൈവത്തിൻ്റെ ആജ്ഞയാണ്. ആ ആജ്ഞയ്ക്ക് വിധേയപ്പെടാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ 15-ാമത്തെ വയസ്സിൽ കർത്താവ് കൃപ നൽകി. ഞാൻ സന്തോഷത്തോടെ അത് ഓർക്കുകയാണ്. പരസ്യമായിട്ട് സകലരുടെയും മുൻപാകെ ഞാൻ എൻ്റെ കർത്താവിനെ എൻ്റെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിരിക്കുന്നു എന്ന് പരസ്യമായി വെളിപ്പെടുത്തിയ ഒരു നാൾ. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, സുവിശേഷം അറിയിച്ചാൽ വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണമെന്നുള്ള വചനപ്രകാരം അവരെ വെള്ളത്തിൽ മുക്കി ക്രിസ്തുവിൻ്റെ മരണ അടക്ക പുനരുത്ഥാനത്തോട് സാദൃശീകരിക്കുവാൻ തക്ക നിലയിൽ പൂർണ്ണമായും മുങ്ങി ഉള്ള ആ സ്നാനം, അതിനാണ് വിശ്വാസ സ്നാനം എന്ന് പറയുന്നത്. വിശ്വാസത്താൽ മുങ്ങിയുള്ള സ്നാനം ഇന്ന് അനുഭവിച്ച പ്രിയപ്പെട്ടവർക്കായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ആരെങ്കിലും അത് ചെയ്യാതിരിക്കുന്നെങ്കിൽ, കള്ളൻ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ഒഴിവുകൾ കാണുന്നവരുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഓർപ്പിക്കട്ടെ, കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം 1 മിനിറ്റെങ്കിലും ആ കള്ളന് കിട്ടിയിരുന്നെങ്കിൽ അവൻ ഓടിപ്പോയി ആ കാര്യത്തിന് വിധേയപ്പെടുമായിരുന്നു. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, നമുക്കും ഈ കാര്യത്തിൽ വളരെ പ്രാർത്ഥനയോടുകൂടെ
കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ കാര്യത്തെ ലാഘവമായി കാണാതെ ഗൗരവമായി കണ്ട് കർത്താവിൻ്റെ കൽപ്പനയ്ക്ക് കീഴ്പ്പെടാം. ദൈവാത്മാവ് നമ്മെ സഹായിക്കുമാറാണ്.